ഹലോ. അപ്പോൾ നമ്മൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുക്കറിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളി ഇട്ടതിന് ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് ഞാനല്ല, ചേച്ചിയാണ്. അപ്പോൾ എനിക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് ചേച്ചിയായിരുന്നു ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇന്നത്തെ ഈ ഒരു വോയിസ് ഓവറിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം എനിക്ക് ഭയങ്കര ജലദോഷവും പനിയൊക്കെയാണ് ഇപ്പോൾ. എനിക്ക് എന്താണെന്നറിയില്ല, എപ്പോഴും ഈ ഒരു ഓണം എക്സാമിൻ്റെയൊക്കെ സമയത്ത്, ഓണം എക്സാമിൻ്റെ മാത്രം കേട്ടോ, ആ ഒരു സമയത്ത് ഇതേപോലെ ജലദോഷവും പനിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അതാണ്. അപ്പം നമുക്ക് ഭയങ്കര ഒരു സ്ട്രെയിൻ ഉണ്ട് എങ്കിലും ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വാട്ടി കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിൽ ഒന്നിലും ഞാൻ കയറി ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യണതെന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ ഇതിൽ കാണുന്നത് പോലെ എന്തൊക്കെയോ പറയുകയാണ്. അപ്പോൾ അത് നമ്മൾ വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റ് നമ്മളിങ്ങനെ അരയ്ക്കണം. അപ്പോൾ അതുകൂടി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയാണ് ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അമ്മ അവിടെ ഇരുന്ന് ഇളക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നത് അച്ഛനും. അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര ഒരു ഒത്തൊരുമയോടെ ചെയ്യുമായിരുന്നു. ഞാൻ മാത്രം അവിടെ ഇരുന്ന് പഠിക്കുകയായിരുന്നു. കാര്യം എനിക്ക് എക്സാം ആണല്ലോ, ഓണം എക്സാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചുമ വരുന്നുണ്ട്. പക്ഷേ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ഇഗ്നോർ ചെയ്യണേ. അങ്ങനെ അതിന് ശേഷം പിന്നെ ഇവർ മസാലയൊക്കെ ഇട്ടിട്ടാണ് പിന്നെ വീഡിയോ എടുത്തിരിക്കുന്നത്. എനിക്കറിയില്ല എന്താ സംഭവം എന്നൊന്നും. നമ്മൾ നോർമൽ ഇടുന്ന തന്നെ, എന്താ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടും തോന്നുന്നു. ചിക്കൻ മസാലയും ഉപ്പും അങ്ങനത്തെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലല്ല, നമ്മുടെ ഈ ഒരു ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ, അതെടുത്തിട്ടേക്കാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ കൂടി നല്ല രീതിക്കൊന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അമ്മ കുരുമുളക് പൊടിയോ മറ്റോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലോട്ട് നമ്മുടെ ബിരിയാണി റൈസ്, എന്താണ് ഇതിൻ്റെ പേര്, ജീരകശാലയോ ബസ്മതി റൈസോ അങ്ങനെ എന്തോ ആണിത്, കറക്റ്റുള്ള പേര് എനിക്കറിയില്ല. അതിട്ടതിന് ശേഷം നമ്മൾ അപ്പം ഉണ്ടാക്കിയ മസാലയിലോട്ടാണല്ലോ ഇടുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ മിക്സിറ്റ് വെല്ലാക്കുക. അതിന് ശേഷം നമ്മൾ അതിലോട്ട് മീറ്റ് മസാല ഇടുന്നുണ്ട്. ഇതെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ഇടുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് ഇട്ടത് കൊണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ടാലും മതി കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ അത് ഇട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ നമ്മൾ മസാല ആക്കി വെച്ചിട്ടുള്ള ആ പാത്രം ഒന്ന് കഴുകിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ആ മസാല ഫുള്ള് അതിലോട്ട് വീണ് കിട്ടും. അപ്പം അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇളക്കി നമ്മൾ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിൻ്റെ മണം കേട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇങ്ങോട്ട് എഴുന്നള്ളിട്ട് ഞാനവിടെ കോലാഹലം ഉണ്ടാക്കി. ഗൈസ്, ഇതാണ് നമ്മുടെ ബിരിയാണി. ഇനി നമ്മളിത് അടയ്ക്കാൻ പോവാം. ഈ കുക്കർ ഇവർക്ക് ആർക്കും അടക്കാൻ പറ്റില്ല, എനിക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നെയാണ് ഇവർ വിളിക്കുന്നത്. അപ്പം നമുക്കിത് അടയ്ക്കാം. ഈ വാങ്ങിയതിൻ്റെ ഗുണമാണ് ഇത് അടയ്ക്കുന്നതിൻ്റെ ടെക്നിക്കൊന്നും ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ട് കണ്ടു ഗൈസ്, ഇത്രയേ ഉള്ളൂ പണി. പക്ഷേ ഇവർക്കൊന്നും കിട്ടില്ല. എന്താ ചെയ്യുക, ഞാൻ തന്നെ വേണമല്ല. എൻ്റെ മിലുവിൻ്റെ ശബ്ദമാണെങ്കിൽ കൂടുതലുള്ളത്. പിന്നെ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. എനിക്ക് ആ ഒരു സമയത്തും കുറച്ച് പണി ലക്ഷണമൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ മക്കൾക്ക് അങ്ങനെ. പിന്നെ ഞാൻ എന്തൊക്കെയോ ചാട കാണിക്കുന്നുണ്ട്, അമ്മ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുക്കറിൽ ഒരു 3 വിസിലിടുക. അതിന് ശേഷം നെയ്യൊന്ന് ഇങ്ങനെ ഒഴിച്ച് ഒന്ന് മിക്സിറ്റ് വെള്ളമാക്കി അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മുടെ
ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പി. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. പണ്ട് നമ്മൾ ചിക്കനൊക്കെ വെക്കുമായിരുന്നെങ്കിൽ നെയ്ച്ചോറായിട്ടായിരുന്നു വെക്കുക. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഇതുപോലെ ചിക്കൻ ബിരിയാണി ആക്കിയിട്ട് തന്നെ വെക്കുന്നത്. കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വന്നു. നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. അത് നമ്മൾ പിന്നെ എല്ലാം റെഡി ആയതിനു ശേഷം ഒരു ഇലയിലൊക്കെയാണ്. അപ്പം നമ്മളിങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലയിലൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഇലയിൽ നമ്മൾ നമ്മുടെ ബിരിയാണി വിളമ്പി അതിന് ശേഷം നാരങ്ങാച്ചാർ നമ്മളത് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിലാക്കി വെച്ചതാണ്. പിന്നെ നമ്മുടെ സാലഡ്, ഞങ്ങളുടെ അവിടെ ഇതിനെ പൊതുവെ കച്ചമ്പർ എന്നാണ് പറയുക. ചിലവിടെ സർലാസ് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. എന്തായാലും ഐറ്റം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ, അപ്പം അത് മതി. അങ്ങനെ നമ്മൾ പിന്നെ ആ ഒരു സാലഡും ബിരിയാണിയും അച്ചാറൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിച്ചു. അപ്പം ഞാനിത് ആദ്യം വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ഇങ്ങനെ എല്ലാം എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കിയതാണ്. അപ്പോഴത്തേക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞാൻ പിന്നെ വേറെ ആരെയും നോക്കാൻ നിന്നില്ല, ഞാൻ വേഗം എടുത്ത് കഴിച്ചു. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കുന്ന വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വേണ്ടേ എപ്പോഴെങ്കിലൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതെനിക്ക് പനിയായത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ശബ്ദമൊന്നും അങ്ങോട്ട് വരുന്നില്ല. ഒരു തൊണ്ട ഇങ്ങനെ കുറച്ച് പറഞ്ഞാൽ തന്നെ തൊണ്ട ഇങ്ങനെ കരാന്നാവുകയാണ്. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ കഴിച്ച് ഇലയൊക്കെ ക്ലീനാക്കി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അതിന് കഴിഞ്ഞില്ലേ. അപ്പോൾ ഇത്രയുള്ള റെസിപ്പി. ഇത് ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.